ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ക്രിസ്മസ് കേക്കിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ക്രിസ്മസ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് മുഴുവൻ ഓറഞ്ച് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓറഞ്ച് പീൽ ഉണ്ടാക്കാൻ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുക്കണം. ഓറഞ്ച് മുങ്ങി കിടക്കുന്ന പോലെ വേണം നമ്മൾ വെള്ളം എടുക്കാൻ. ഞാനിതിൽ ഒരു 6 ഓറഞ്ച് ചേർക്കുന്നുണ്ട്. ഇമ്പോർട്ടഡ് ഓറഞ്ചസ് തന്നെ വേണം നമുക്ക് യൂസ് ചെയ്യാൻ. നേവൽ ഓറഞ്ച് എന്ന് ഇതിന് പറയും. ഇതിനി നമ്മളൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തിരിച്ചു മറിച്ചൊന്ന് ഇളക്കുന്നത് അത് പെട്ടെന്ന് കുക്കാകാൻ വേണ്ടി സഹായിക്കും. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ 2 സൈഡിലും ഒരു കത്തി കൊണ്ട് ചെറിയൊരു മാർക്ക് ഇടണം. ഇത് ഉള്ളൊന്ന് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ലൈറ്റായിട്ടൊന്ന് തൊട്ട് നോക്കുവാണെങ്കിൽ ചെറിയൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം തീ ഓഫ് ചെയ്ത് ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെറുതായിട്ട് ഇനി കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഇതുപോലെ പകുതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സീഡ്സ് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ഇതിലിപ്പോൾ സീഡൊന്നുമില്ല. എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ ഈ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇത് കണ്ടോ, ഈ അളവിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ജ്യൂസും ഈ റിൻഡും എല്ലാം കൂടെ ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ്. 6 ഓറഞ്ചിന് 3/4 കിലോ ഷുഗറാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഞാനിതിപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. നല്ലതുപോലെ തിള വന്ന ശേഷം ഒരു കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. ഇതിപ്പോൾ നല്ലപോലെ തിള വന്നു. ഇതിലേക്ക് ഞാനൊരു 100 ml ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇതിപ്പം നന്നായിട്ട് തിളച്ച് വെള്ളം പകുതിയോളം വറ്റി വരുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇതിപ്പം ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുമ്പം 2 സൈഡും ഇത് കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ, ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നല്ല വെള്ളമയം ഒന്നും ഇല്ലാത്തൊരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.